Good morning, students. Welcome to today's class. Today we are discussing about some problems based on previous sections. That is, draw the quantization noise model for the following system. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ quantization noise model വരയ്ക്കുക ഈ സിസ്റ്റം യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് സിമ്പിൾ. ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റ് എവിടെയാണോ ഉള്ളത് അവിടെ ഒരു നോയ്സ് ആഡ് ചെയ്താൽ മതി. സോ ഈ ഒരു പൊസിഷനിൽ നമ്മൾ പ്ലസ് ഇട്ടിട്ട് ഒരു നോയ്സ് E1 ആഡ് ചെയ്യുന്നു. സോ സിമിലർലി ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് നോയ്സ് E2 ആഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ആൻഡ് ഓൾസോ ഹിയർ ഒരു നോയ്സ്. ഓക്കെ, സോ B0 B1 അതുപോലെ എയിൽ ഈ മൂന്ന് സ്ഥലത്ത് ഓരോ നോയ്സ് ഈ ഒരു കോൺസ്റ്റന്റിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇൻ ദ സെക്കൻഡ് പിക്ചർ add noise error E1 to here, that is B1, here B1, and for here A1 A. ഓക്കെ, ഇതൊരു ലിങ്ക് ആണ്. അങ്ങനെ ഈ ഒരു ഇവിടെയാണ് കോൺസ്റ്റന്റ് ഉള്ളത്, അവിടെയൊക്കെ ഓരോ നോയ്സ് ആഡ് ചെയ്യാം. ഓക്കെ, എറർ ആഡ് ചെയ്യാം. ഇനി പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എററിന്റെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ്, consider the transfer function h of z is equal to h1 of z into h2 of z, where h1 of z is equal to 1 by 1 minus a1 z inverse and h2 of z is equal to 1 by 1 minus a2 z inverse. Okay, so രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഔട്ട്പുട്ട് റൗണ്ട് ഓഫ് നോയ്സ് പവർ. ഔട്ട്പുട്ട് റൗണ്ട് ഓഫ് നോയ്സ് പവർ ആണ്. സോ ഫ്രം ഹിയർ നമുക്കറിയാം സിഗ്മ 0k നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് നോയ്സ് റൗണ്ട് ഓഫ് നോയ്സ് പവർ എന്ന് പറഞ്ഞത് അത് കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷനിലുള്ളതാണ്. ഓക്കെ, h1 of z h2 of z തന്നിട്ടുണ്ട്. രണ്ട് ഏകദേശം സെയിം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് വിത്ത് a1 കോൺസ്റ്റന്റ് ഹിയർ ആൻഡ് a2 കോൺസ്റ്റന്റ് ഹിയർ. Assume a1 equal to 0.5 and a2 equal to 0.6 and find out the round of noise power. Okay, round of noise power കാണുമ്പോൾ a1 a2 വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ദ റൗണ്ട് ഓഫ് നോയ്സ് മോഡൽ ഫോർ h of z. h of z ഈ റൗണ്ട് ഓഫ് നോയ്സ് മോഡൽ നമുക്ക് കാണണം. സോ ഫോർ ദാറ്റ് നോയ്സ് കാണണമെങ്കിൽ നമ്മൾ ഈ h1 ഓഫ് സെഡും h2 ഓഫ് സെഡും അതിനെ y1 ഓഫ് സെഡ് x1 ഓഫ് സെഡും y2 ഓഫ് സെഡ് x2 ഓഫ് സെഡ് എന്നുള്ള ഫോർമാറ്റിലോട്ട് മാറ്റണം. ഓക്കെ, സോ h1 ഓഫ് സെഡിനെ നമുക്ക് y1 ഓഫ് സെഡ് ബൈ x1 ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് a1 സെഡ് ഇൻവേഴ്സ് കൊടുക്കാം. ഫ്രം ഹിയർ y1 ഓഫ് സെഡ് ഒരു സൈഡിലോട്ടും x ഓഫ് സെഡ് വേറൊരു സൈഡിലോട്ടും കൊടുത്തിട്ട് yന്റെ ടേംസ് ഒക്കെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ഓക്കെ, ഇപ്പൊ ഞാൻ y1 ഓഫ് സെഡും x ഓഫ് സെഡ് ഒരു ടേംസ് ഉണ്ട്. y1 ഓഫ് സെഡ് ബൈ x1 ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ, സോ y1 ഓഫ് സെഡ് കം ഹിയർ. സോ y1 ഓഫ് സെഡ് into this term, that is y1 of z minus y1 of z a1 z inverse. Okay, ഇത്രയും നമുക്ക് കിട്ടി. It is equal to x1 of z multiplied reach here multiplied by 1, so we get x1 of z here. So x1 of z ഇങ്ങനെയാണ് ഇതിന്റെ ഫോമാറ്റ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ y1 of z ഈ y1 of z ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള y1 of z ടേം ഈ x1ന്റെ ടേമിലോട്ട് കൊണ്ടുപോവുക. സോ വി ഗെറ്റ് y1 of z is equal to x1 of z plus y1 of z into a1 z inverse. ആ ഒരു ഫോമാറ്റിൽ നോക്കിയിട്ട് നമുക്ക് h1 of z ഫോം ചെയ്യാം. സോ ദാറ്റ് ഈസ് x of z plus, so x of n plus y1 എന്ന് പറയുമ്പോൾ സോ നമുക്കറിയാം h of z is equal to h1 of z into h2 of z എന്ന് തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് h1 of z കണ്ടിട്ട് അതിനെ പ്ലസ് ഇൻറ്റു h2 of z ആ ഫോം കാസ്കേഡ് ചെയ്യുന്ന ഫോമിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എക്സ് ഓഫ് എൻ ഇൻപുട്ട് കൊടുത്തു പ്ലസ് a1 z ഇൻവേഴ്സ് y1 of z. y1 of z എന്ന് എടുത്തു, z ഇൻവേഴ്സ് ഒരു ഡിലേ കൊടുത്തു, ദാറ്റ് ഇസ് y of n മൈനസ് 1 ആയിരിക്കും. a1 z ഇൻവേഴ്സ് y1 of z എന്ന് പറയുമ്പോൾ a1 yn മൈനസ് 1. ഓക്കെ, ഒരു a1 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊടുത്തു. ഇത് നോയ്സ് മോഡൽ ആയതുകൊണ്ട് ഇവിടെ ഒരു നോയ്സ് ആഡ് ചെയ്തു ആൻഡ് ഹാഡ് ഹിയർ. ദിസ് ഇസ് h1 of z. ഓക്കെ, ദെൻ h2 of z കാണാം. സോ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇത് കൊടുത്തു. സോ വി ഗെറ്റ് സെയിം ആണ്, a1 പകരം a2 എന്ന് വരെ മാത്രമേ ഉള്ളൂ. സോ ഇവിടുന്ന് z ഇൻവേഴ്സ് കൊടുത്തു, ഹിയർ ഇറ്റ് ഈസ് a2 ആൻഡ് e2 of n കൊടുത്തു, ഔട്ട്പുട്ട് വി ഗെറ്റ് y of n. ഓക്കെ, സോ നമുക്ക് h of z ഇസ് ഈക്വൽ ടു h1 of z ഇൻറ്റു h2 of z എന്നാണ്. സോ h1 of z ആദ്യം മോഡൽ റിയലൈസ് ചെയ്ത് ദെൻ h2 of z എന്നിട്ട് കണക്ട് ചെയ്തു, കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, from the realization we can find that the noise transfer function seen by the noise E1 of z is h of z, where okay transfer function h of z
നമുക്ക് ഡയറക്റ്റ് ആക്കി എഴുതാം. എച്ച് ഓഫ് സെഡ് പറയുമ്പോൾ എച്ച് വൺ ഓഫ് സെഡ് ഇൻറ്റു എച്ച് ടു ഓഫ് സെഡ് അല്ലേ. സോ ഡയറക്റ്റ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് A1 സെഡ് ഇൻവേഴ്സ് ഇൻറ്റു 1/1 മൈനസ് A2 സെഡ് ഇൻവേഴ്സ്. സോ എച്ച് ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതി. റൈറ്റ്. ദെൻ നെക്സ്റ്റ് ഇതാണ് കമ്പൈൻഡ് ഫോമിൽ ഉള്ളത്. ഇനി നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സീൻ ബൈ E2 of n. ഓക്കെ, E2 of n ഉണ്ടാവണ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സീൻ ഫ്രം ദ സോഴ്സ് E1 of n. E1 of n എന്ന് കാണുന്ന നോയ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ H of n ആണ്. അതായത് H1 of n ഇൻറ്റു H2 of n. H of z ആണ്. E1 ഉണ്ടാവുന്ന നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് H of z, ദാറ്റ് ഈസ് H1 of z ഇൻറ്റു H2 of z. നോയ്സ് E2 ഉണ്ടാവുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ E1 എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൂടിയതാണ് വരുന്നത്. ഓക്കെ, അതായത് E1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്, അത് എങ്ങോട്ട് പോകുന്നുണ്ട്, എൻഡ് Y of n വരെ നമുക്ക് എന്ത് എറർ E1 പോകുന്നുണ്ട് അല്ലെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ E2ന്റെ എറർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണമെങ്കിൽ E2 ഈ സെക്കൻഡ് സ്റ്റേജിൽ നിന്നേ കൊടുക്കുന്നുള്ളൂ. സോ ഈ സെക്കൻഡ് സ്റ്റേജിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ E1ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റേജ് കൺസിഡർ ചെയ്യണം, കാരണം ഈ E1 അടുത്ത സ്റ്റേജിലോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് H of z ഹിയർ, ദാറ്റ് ഈസ് H1 of z ഇൻറ്റു H2 of z. സോ E2 of n ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണമെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ഓൺലി ദ H2 of z. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ. സോ H2 of z is equal to 1/1 minus A2 z inverse. ഓക്കെ, നമുക്ക് തന്നിട്ട് 1/1 minus A2 of z. സോ E1 of n H of z ആണ്. സോ H1 of z ഇൻറ്റു H2 of z ഉണ്ട്. Okay, then for total noise, okay, total noise variance എന്ന് പറയുമ്പോൾ sigma 0 square is equal to sigma 0 1 square plus sigma 0 2 square 0 2 square. Okay, അപ്പോൾ ടോട്ടൽ നോയ്സ് ആണ് നമുക്ക് ഇവിടെ കാണാനുള്ള ഇക്വേഷൻ ആണത്. ടോട്ടൽ നോയ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ 0 1 സ്ക്വയർ പ്ലസ് സിഗ്മ 0 2, കാരണം രണ്ട് നോയ്സ് ഉണ്ട്, E1 of n ഉണ്ട്, E2 of n ഉണ്ട്. സോ E1 of n നോയ്സ് ആണ് സിഗ്മ 0 1 ആൻഡ് അതായത് H of z H1 H2 വോൾ സിസ്റ്റം. E2 of n നോയ്സ് ആണ് സിഗ്മ 0 2. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് സിഗ്മ 0 1 കാണാം. സിഗ്മ 0 1 എന്ന് പറയുമ്പോൾ E1 of n നോയ്സ്, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി ഹാവ് H of z. H of z എന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇക്വേഷൻ കൊടുക്കാം. സിഗ്മ 0 1 ഓൾ ഈ സ്ക്വയർ, സിഗ്മ 0 1 is equal to സിഗ്മ E സ്ക്വയർ ബൈ ഇൻറ്റു 1/2 പൈ j ആ ഒരു ഫോമാറ്റിലോട്ട് കൊടുക്കാം. സോ സിഗ്മ E സ്ക്വയർ, ഓക്കെ, ഇവിടെ സിഗ്മ E സ്ക്വയർ എന്നുണ്ട്. സിഗ്മ 0 1 സ്ക്വയർ is equal to സിഗ്മ E സ്ക്വയർ ഇൻറ്റു 1/2 പൈ j ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ H of z ഇൻറ്റു H of z ഇൻവേഴ്സ് z inverse dz. Okay, then sigma e into 1/2 pi j closed integral H of z ന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. H of z വരുമ്പോൾ z നമുക്ക് തന്ന സെയിം അല്ലേ, നമുക്ക് തന്ന സെയിം. ഓക്കെ, ദെൻ H of z ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ z ഇൻവേഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, z കൊടുക്കാം. ഓക്കെ, z ഇൻവേഴ്സ് പറയുമ്പോൾ z പകരം നമ്മൾ z ഇൻവേഴ്സാണ് കൊടുക്കുന്നത്, പിന്നെ ഇൻവേഴ്സും കൂടി വരുമ്പോൾ പ്ലസ് ആയിട്ട് 0 ആവുന്നതാണ്, സോറി z ആവുന്നതാണ്. സോ H of z നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് 1/1 മൈനസ് A1 z ഇൻവേഴ്സ് ഇൻറ്റു 1/1 മൈനസ് A2 z ഇൻവേഴ്സ്. ദെൻ H of z ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. സോ വി ഗെറ്റ് 1/1 മൈനസ് A1 z ഇൻറ്റു 1/1 മൈനസ് A2 z z ഇൻവേഴ്സ് ഇൻറ്റു dz. ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ സമ്മേഷൻ ഓഫ് റെസിഡ്യൂ ഓഫ് H of z ഇൻവേഴ്സ് അറ്റ് പോൾസ് z. അപ്പോൾ ഇവിടെ പോൾസ് നോർമലി പോൾസ് നമുക്ക് ഒന്നാണെങ്കിൽ പോൾസ് z ഈക്വൽ ടു A1ലും അതുപോലെ തന്നെ z ഈസ് ഈക്വൽ ടു 1/A1 ഉണ്ടാവുള്ളൂ. ഇവിടെ രണ്ട് റൂട്ട് ഉണ്ട്. സോ z ഈക്വൽ ടു പോൾസ് നോക്കുകയാണെങ്കിൽ z ഈക്വൽ ടു A1, z ഈക്വൽ ടു A2, ഓക്കെ, A1 A2, then z equal to 1/A1, z equal to 1/A2. z equal to 1/A1ലും 1/A2ലും ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് പോൾസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ കം 0. നമ്മൾ ക്ലോസ്ഡ് ഉള്ള ഇന്റർവെല്ലുള്ള സർക്കിളിനകത്തുള്ള പോൾസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ z equal to A1 z equal to A2 എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ സിഗ്മ 0 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു റെസിഡ്യൂ ഓഫ് H of z into H of z z inverse at poles z equal to A1 and z equal to A2. 1/A1 and by A2 നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് അത് കൊടുക്കാം. സോ വി ഹാവ് സിഗ്മ 0 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റത്തെ റൂട്ട് പറയുമ്പോൾ z ഈക്വൽ ടു A1 നമ്പർ z മൈനസ് A1 ഇൻറ്റു, ഓക്കെ, ഈ ഒരു ഫുൾ
ഇതേ ഇൻറ്റു ഒരു സെഡ് ഇൻവേഴ്സ് ഉണ്ട്. സോ ഞാൻ ന്യൂമറേറ്ററിൽ സെഡ് ഇൻവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ സെഡ് ഇൻവേഴ്സ്. സോ സെഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ this 1 minus a1 z inverse into 1 minus a2 z inverse into 1 minus a1 z into 1 minus a2 z. ഈ ഫുൾ ഡിനോമിനേറ്റർ എഴുതി. ഓക്കെ, ഇൻറ്റു ഒരു z മൈനസ് എ വൺ എഴുതി, കാരണം z മൈനസ് എ വൺ ആണ് ഇവിടുത്തെ റൂട്ട്. ദെൻ സെക്കൻഡ് റൂട്ട് z മൈനസ് എ ടു, മറ്റേത് ഒക്കെ അതുപോലെ എഴുതിയിട്ട് z മൈനസ് എ ടു എന്ന് സെക്കൻഡ് റൂട്ട് എഴുതി. ഓക്കെ, ഇനി ഫ്രം ഹിയർ ഈ z മൈനസ് എ വണ്ണ് നമ്മൾ സെഡിനെ പുറത്തെടുത്താൽ വി ഗെറ്റ് 1 മൈനസ് എ വൺ സെഡ് ഇൻവേഴ്സ്. ഓക്കെ, സെഡിനെ പുറത്തെടുത്തു. സോ വി ഗെറ്റ് എ സെഡ് ഇൻറ്റു 1 മൈനസ് എ വൺ സെഡ് ഇൻവേഴ്സ്. 1 മൈനസ് എ വൺ സെഡ് ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഈ രണ്ട് 1 മൈനസ് എ വൺ സെഡ് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തു. ബട്ട് ഒരു റിമൈനിങ് സെഡ് ഉണ്ട്. സോ സെഡ് ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തു. വി ഗെറ്റ് 1. ഓക്കെ, ആ സെഡ് ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ക്യാൻസൽ. സോ വി ഗെറ്റ് 1 by 1 ഈ ഒരു ടേം ഉണ്ട്. സിമിലർ വേ ഹിയർ z മൈനസ് 1 a2 എന്ന് നമ്മൾ z പുറത്തെടുത്താൽ വി ഗെറ്റ് 1 മൈനസ് എ ടു സെഡ് ഇൻവേഴ്സ്. ഈ 1 മൈനസ് ഓക്കെ എ ടു സെഡ് ഇൻവേഴ്സിനായിട്ട് ഓക്കെ സെക്കൻഡ് ടേമിനായിട്ട് ഈ 1 മൈനസ് എ ടു സെഡ് ഇൻവേഴ്സ് റിമൂവ് ചെയ്ത് പോയി. ഒരു z ഇവിടെ ഉണ്ട്. ആ z ഇൻറ്റു സെഡ് ഇൻവേഴ്സ് വിൽ ബിക്കം 1. ഓക്കെ, സോ റിമൈനിങ് പോർഷൻ വി ക്യാൻ റൈറ്റ് സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു, സോ ഹിയർ 1 by 1 മൈനസ് ഓക്കെ ഓക്കെ ഇനി സിമിലർ എഴുതുമ്പോൾ z ഈക്വൽ ടു എ വൺ എന്ന് കൊടുത്തിട്ട് ഇനി എടുത്ത് എഴുതാം. സോ 1 by 1 മൈനസ് എ ടു ഇൻറ്റു z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ വൺ ഹിയർ. സോ 1 മൈനസ് എ ടു ഇൻറ്റു എ വൺ, ദെൻ 1 മൈനസ് എ വൺ സ്ക്വയർ. ഓ സോറി, സോ z ഇൻവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ടു ബൈ സെഡ് ആണ്. ഓക്കെ, എ ടു ബൈ സെഡ്. സോ z ഈക്വൽ ടു എ വൺ എന്ന് കൊടുക്കുമ്പോൾ വി ഗെറ്റ് 1 മൈനസ് ഓക്കെ ദെൻ z ഇൻവേഴ്സ് ചിലപ്പോൾ എ വൺ ബൈ സെഡ് ആണ്. സോ 1 മൈനസ് z ഇൻവേഴ്സ് z ഈക്വൽ ടു എ ടു കൊടുക്കുക. സോ വി ഗെറ്റ് 1 മൈനസ് എ ടു ബൈ എ വൺ, z ഇൻവേഴ്സ് ആയതുകൊണ്ട് ബൈ സെഡ്. സോ എ ടു ബൈ എ വൺ. So we get z equal to a1 കൊടുക്കുക. So 1 minus a2 by a1 into 1 minus a1 into a1, that is a1 square. That is a2 by 1 minus a1 square. 1 minus a1 a2. Okay, 1 minus a1 a2. ഇതാണ് ഈ സെക്ഷൻ. പ്ലസ് ഓക്കെ പ്ലസ് put z equal to a2, that is 1 minus a1 into a1 by a2. 1 minus a1 into a2 into 1 minus a2 square. Okay, so ഈ ഒരു ഫോർമാറ്റിൽ കിട്ടി. ഓക്കെ ദെൻ ഈ ഒരു എ വണ്ണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ വൺ മൈനസ് എ ടു ഡിവൈഡ് ബൈ എ വൺ വരും. ആ എ വൺ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. സോ വി ഗെറ്റ് എ വൺ ഡിവൈഡ് ബൈ എ വൺ മൈനസ് എ ടു ഇൻറ്റു 1 by 1 മൈനസ് എ വൺ സ്ക്വയർ ഇൻറ്റു 1 by 1 മൈനസ് എ വൺ ഇൻറ്റു എ ടു പ്ലസ് സിമിലർ കേസ് ഇവിടെ വരും. എ ടു ഡിവൈഡഡ് ബൈ എ ടു മൈനസ് എ വൺ 1 by 1 മൈനസ് എ വൺ എ ടു ഇൻറ്റു 1 മൈനസ് 1 by 1 മൈനസ് എ ടു സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിഗ്മ 01 സ്ക്വയർ കിട്ടി. ഇനി സിമിലർ വേ നമുക്ക് സിഗ്മ 02 കാണണം. അതായത് സെക്കൻഡ് എററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനുണ്ട്. ഓക്കെ, ഫോർ ദാറ്റ് we have sigma 02 is equal to sigma e square into 1 by 2 pi j into integral c h2 of z into h2 z inverse z. So sigma e square integral 1 by 1 minus a2 z inverse into z inverse പകരം 1 by 1 minus a2 z into z inverse dz. Okay, okay, സെക്കൻഡ് എറർ ആയതുകൊണ്ട് h2 of z മാത്രം മതി. സിമിലർലി നമ്മൾ റെസിഡ്യൂ മെത്തേഡ് വെച്ച് കാണുമ്പോൾ വി ഗെറ്റ് സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു ഹിയർ ദ റൂട്ട് ഈസ് സെഡ് ഈക്വൽ ടു എ ടുവും അതുപോലെ തന്നെ സെഡ് ഈക്വൽ ടു 1 by എ ടു വരും. 1 by എ ടു നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ എ ടു മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ വി ഗെറ്റ് സെഡ് മൈനസ് എ ടു ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ബൈ ദിസ് ടേം. ദറ്റ് ഈസ് എന്നിട്ട് ഇവിടെ നമ്മൾ സെഡിനെ പുറത്തെടുക്കും. സോ വി ഗെറ്റ് 1 മൈനസ് എ ടു സെഡ് ഇൻവേഴ്സ്. ഈ രണ്ട് 1 മൈനസ് എ ടു സെഡ് ഇൻവേഴ്സും ഇതും ക്യാൻസൽ ചെയ്ത് പോകും. സെഡ് ഇൻറ്റു സെഡ് ഇൻവേഴ്സ് സിമിലർ കേസിൽ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് 1 here, then 1 by 1 minus a to z എന്ന് കിട്ടും. ഈ a to z ന് z equal to a to കൊടുക്കുമ്പോൾ we get 1 by 1 minus a2 square. So sigma e square into 1 by 1 minus a2 square എന്ന് കിട്ടി. That is sigma 02 square. ഇനി നമുക്ക് sigma 0 square എന്ന് കാണണമെങ്കിൽ sigma 02 square plus sigma 01 square ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. So we get sigma 0 square is equal to sigma e square into ഫസ്റ്റ് ടേം ആണിത്.
ഓക്കെ, ഫസ്റ്റ് നമുക്ക് കൊടുത്തത് സിഗ്മ ഇ സ്ക്വയർ എല്ലാത്തിനും കോമൺ ഉള്ള, അത് ഞാൻ പുറത്തെടുത്തു. ദെൻ ഫസ്റ്റ് സിഗ്മ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ 02 സ്ക്വയർ, സിഗ്മ 02 പ്ലസ് സിഗ്മ 01 ആണ്. സോ സിഗ്മ 02 സ്ക്വയർ പ്ലസ് സിഗ്മ 01 സ്ക്വയർ, സിഗ്മ 02 സ്ക്വയർ വി ഗെറ്റ് 1/1 മൈനസ് a2 സ്ക്വയർ, അത് ഞാൻ ഇവിടെ എഴുതി 1/1 മൈനസ് a2 സ്ക്വയർ പ്ലസ് ആ ഒരു ടേംസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് സിഗ്മ 01 കിട്ടിയ ടേംസ് എല്ലാം എഴുതി. ഓക്കെ, ഇത് ഞാൻ A1 സെക്ഷനിലുള്ളത്, ഇത് A2 സെക്ഷൻ. ഓക്കെ, ഇനി ഫ്രം ഹിയർ ഇതിൽ നിന്ന് നമുക്ക് ഈ A1 ഡിനോമിനേറ്റർ കാണുക ചെയ്യുന്നത് ഇതിൻ്റെ. ഓക്കെ, ഈ ഒരു മൊത്തം സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് ഡിനോമിനേറ്റർ എല്ലാത്തിനും കൂടി ഡിനോമിനേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ അത്, ഓർ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ദെൻ ഈ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് 2 റൈസ് മൈനസ് 2b/12. Okay, so then steady state noise at A1 equal to 0.5 and A2 equal to 0.6. Then value of A1 and A2 നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം, നോ പ്രോബ്സ്. ഓക്കെ, സോ ഈ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ വാല്യൂ ഓഫ് A1 A2 കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, സോ സിഗ്മ 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ ടോട്ടൽ നോയിസ് പവർ വിൽ ഗെറ്റ് ദിസ് വാല്യൂ, that is 2 raised to minus 2b/12 into 5 minus 5.4315. Okay, then moving to the next section, that is coefficient quantization error. Coefficient quantization error ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു കോഎഫിഷ്യൻറ്റിൽ വരുന്ന എറർ. അതായത് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റ് പ്രിസിഷനുള്ള കോഎഫിഷ്യൻസ് ആയിരിക്കും കിട്ടുക. നമ്മൾ കോഎഫിഷ്യൻസ് കാണുന്നത് എങ്ങനെയാണ് പഠിച്ചിരുന്നു, ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫിനിറ്റ് പൊസിഷനിലുള്ള വാല്യൂ ആണ് കിട്ടുക. ഈ ഇൻഫിനിറ്റ് പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഇൻഫിനിറ്റ് വേർഡ് ലെങ്ത് ഉള്ള റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല, അതിനെ സേവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യുക ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ചെറിയ ചേഞ്ച് വരും. അതായത് ഇപ്പോൾ നമ്മുടെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇഫ് ദ പോൾസ് ഓഫ് ദ ഡിസൈഡ് ഫിൽറ്റേഴ്സ് ആർ ക്ലോസ് ടു യൂണിറ്റ് സർക്കിളിന് ക്ലോസ് ആയിട്ടുള്ള പോൾസ് ഒക്കെ കിട്ടിയാൽ നമ്മൾ അതിനെ ട്രങ്കേറ്റ് ചെയ്യുക, റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ചെയ്യുമ്പോൾ ക്ലോസ് ആയിട്ട് യൂണിറ്റ് സർക്കിളിന് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ് ചിലപ്പോൾ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിളായി മാറും. അങ്ങനെ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ അൺസ്റ്റേബിൾ ആവുന്ന കേസിലാണ് വരുന്നത്. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ വരുന്ന എററാണ് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡർ എ സെക്കൻഡ് ഓർഡർ IIR ഫിൽട്ടർ വിത്ത് h of z is equal to 1, that is 1.0, that is 1 by 1 minus 0.5 z inverse into 1 minus 0.45 z inverse. Find the effect on the quantization on pole locations of the given system function in direct form and in cascade form. Take b equal to 3. Okay, പോൾ ലൊക്കേഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം എന്ന് കാണുകയാണ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ബൈനറിയിൽ കൊടുത്തിട്ട് ഇതിന്റെ പോൾ ലൊക്കേഷൻസ് വരുമ്പോൾ ഇതാണ് പോൾസ് വരുന്നത്. സോ അതിന്റെ ലൊക്കേഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രങ്കേറ്റ് ചെയ്യുക ടു 3 bits എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് റെഡ്യൂസ് ചെയ്യാനാണ് വേണ്ടത്, നമുക്ക് ഇവിടെ ട്രങ്കേഷൻ ചെയ്യാം. ഫോർ ദാറ്റ് നമുക്ക് 2 മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്, കാസ്കാഡ് ഫോം പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ഫോം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ h of z നമുക്ക് അറിയാം 1 by 1 minus 0.5 z inverse into 1 minus 0.45 z inverse. ഇവിടെ ഡയറക്റ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനും ഡിനോമിനേറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം. സോ ഇൻ ഡയറക്റ്റ് ഫോം 1 we get 1 by, so 1 into 1 we get 1, then 1 into 0.5 z inverse we get minus 0.5 z inverse, then 1 into 0.5 z inverse we get minus 0.5 z inverse. അത് രണ്ടും ആഡ് ചെയ്താൽ minus 0.95 z inverse എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടേം. ദെൻ തേർഡ് ടേം കിട്ടുന്നത് 0.5 into minus 0.5 into minus 0.45, so minus minus plus വരും, plus 0.225 z minus 2 വരും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഡിനോമിനേറ്റർ എക്സ്പാൻഡഡ് ഫോം. എന്നിട്ട് ഇതിൽ നിന്ന് പോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയ പോൾസ് ആണ് നമുക്കറിയാം മൈനസ് 0.95 അതുപോലെ തന്നെ പ്ലസ് 0.225. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ പോൾസ്. ഓക്കെ, ഓക്കെ, സോ minus 0.95 ആൻഡ് 0.225 ആണ് ഇവിടെയുള്ള പോൾസ്. സോ minus 0.95ന്റെ കറസ്പോണ്ടിങ് ബൈനറി കാണാം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ബൈനറി ഓഫ് 0.95. 0.95ന്റെ ബൈനറി കാണണമെങ്കിൽ ഫ്രാക്ഷൻ ആകുമ്പോൾ ഇൻറ്റു 2 ചെയ്യുക. സോ 0.95 into 2 we get 1.9.
സോ ഈ ഒരു ഡെസിമൽ പാർട്ട് ഇവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഫ്രാക്ഷണൽ പാർട്ട് വീണ്ടും ഇൻറ്റിജർ പാർട്ട് ഇവിടെ വയ്ക്കുക, ഫ്രാക്ഷണൽ പാർട്ട് വീണ്ടും എടുക്കുക. സോ ഹിയർ 1 ഇവിടെ വന്നിട്ട് 0.9 into 2 we get 1.8. So place 1 here and we take 0.8 into 2, then 1.6, 1 here, and 0.6 into 2 we get 1.2, 1 here, and 0.2 into 2 we get 0.4. So 0.4 number 0 എന്നുള്ളത് പ്ലേസ് ചെയ്തിട്ട് 0.4 എടുത്തു. 0.4 into 2 we get 0.8. Then 0 പ്ലേസ് ചെയ്ത് വീണ്ടും 0.8 എടുത്തു. into 2 we get 1.6. Then we get 1 and വീണ്ടും 0.6. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ നമ്മൾ 0.95 അപ്പിന്ന് കൊടുക്കണേ 1111001 എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1111001 എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ഇത് 0.6 ഇൻറ്റു പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ -0.95 ആണ് ഇവിടെയുള്ള പോള്. സോ ഇതിനെ മൈനസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 0 എന്നുള്ളതിന് പകരം നമുക്ക് 1 കൊടുക്കാം. സോ ദിസ് ഇസ് -0.95. ഓക്കെ, അത് കിട്ടി. ഇത് നമുക്ക് ട്രങ്കേറ്റ് ചെയ്യണം. ട്രങ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ബിറ്റ് വെച്ചിട്ട് ബാക്കി ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. റൗണ്ട് ഓഫിലാണ് നമുക്ക് ആഡ് ചെയ്യുന്നതൊക്കെ വരുന്നത്. സോ നമുക്ക് b = 3 ബിറ്റ് ആണ്. സോ 1 പോയിന്റ് എന്ന് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 ബിറ്റ് പ്ലേസ് ചെയ്ത് ബാക്കി റിമൂവ് ചെയ്തു. സോ വി ഗെറ്റ് 1.111. കറസ്പോണ്ടിങ് 1.111ന്റെ നമുക്ക് ബൈനറി അല്ല ഡെസിമൽ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പ്ലേസ് വെച്ച് നോക്കിയാൽ മതി. ദാറ്റ് ഇസ് ഈ പ്ലേസ് ദിസ് ഇസ് 1.111. ഈ ഫസ്റ്റ് പ്ലേസ് 2⁻0 ആണ്. പക്ഷേ ഈ പ്ലേസ് ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. സോ അതിൽ നമ്മൾ നെഗറ്റീവ് നമുക്ക് ഡെസിമൽ നമ്പർ ഇടാൻ പറ്റും. സോ ഈ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി ഈ പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് 2 - 1, this is 2 - 2, this is 2 - 3. Okay, so ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്താൽ we get 0.875. So we get -0.875. Okay, similarly we have to find the binary of 0.225. 0.225 similar case നമ്മൾ ബൈനറി കാണുമ്പോൾ we get 0.001110 etc. Okay, ഇതിനെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ we get 0.001. Okay, b = 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോയിന്റിന് ശേഷം 3 വാല്യൂസ് സെലക്ട് ചെയ്തു. സോ 0.001ന്റെ വാല്യൂ 0.125 ആണ്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. ഇപ്പോൾ -0.95 നമുക്ക് 0.875 ആയി കിട്ടി. ട്രങ്കേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് അതാണ് കോഎഫിഷ്യൻസ്. ഇതാണ് കോഎഫിഷ്യൻ ട്രങ്കേഷൻ വരുന്നത്. ഓക്കെ, കോഎഫിഷ്യൻ ക്വാണ്ടൈസേഷൻ എറർ. കോഎഫിഷ്യനിൽ നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന എറർ ആണ്. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെയും 0.225നെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ 0.125 ആണ്. ഇവിടെയും കോഎഫിഷ്യനിൽ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് സം ഡിഫറൻസ് ഹിയർ. സോ ദ ന്യൂ transfer function h of z is equal to 1/1 minus -0.95ന് പകരം നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത വാല്യൂ കൊടുക്കാം. ദാറ്റ് ഇസ് -0.875 പ്ലസ് 0.125 z - 2. ഇതാണ് നമ്മൾ കോഎഫിഷ്യൻ ക്വാണ്ടൈസേഷൻ എറർ. കോഎഫിഷ്യനിൽ ചേഞ്ച് വരുത്തുക. ദിസ് ഇസ് ഡയറക്റ്റ് ഫോം 1. ഡയറക്റ്റ് ഫോം 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിൽ തന്നെ ഡയറക്റ്റ് ഫോം 2 കാസ്കേഡ് ഫോം എന്ന് പറയുമ്പോൾ 1/1 എന്നുള്ള ഫോമിൽ, അതായത് ഈ ഒരു കറക്റ്റ് ഈ ഒരു ബ്രാക്കറ്റ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാതെ എഴുതിയാൽ നമുക്ക് കാസ്കേഡ് ഫോമിൽ കിട്ടും. സോ h of z is equal to this. സോ -0.5നെ അതുപോലെ തന്നെ -0.45ന്റെ കറസ്പോണ്ടിങ് ബൈനറി കാണണം. സോ -0.5ന്റെ കാണണമെങ്കിൽ 0.5ന്റെ ബൈനറി കാണുമ്പോൾ we get 1.100. 0.100 ആണ് കിട്ടുക. സോ നെഗറ്റീവ് ആയതുകൊണ്ട് we put 1 here. ഇതൊക്കെ ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് ഡാറ്റാസ് വന്നത് അല്ലെ. കോഎഫിഷ്യന്റ് ഇൻഫിനിറ്റ് ആയിട്ട് വന്നിട്ട് ട്രങ്കേറ്റ് ചെയ്ത് ഇവിടെ കറക്റ്റ് അത് തന്നെയാണ് വരുന്നത്, ഇൻഫിനിറ്റ് അല്ല വരുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആണ് വരുന്നത് -0.45ന്റെ കേസിൽ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ ട്രങ്കേറ്റ്, അപ്പോൾ ഇതിനെ നമുക്ക് സെയിം അതുപോലെ തന്നെ എഴുതാം, ട്രങ്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ എറർ വരില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ട്രങ്കേറ്റ് ചെയ്യണം, കാരണം ഇൻഫിനിറ്റ് വാല്യൂ ആണ് വരുന്നത്. കോഎഫിഷ്യന്റ് ഇൻഫിനിറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ബിറ്റ് b = 3 ആയിട്ട് ട്രങ്കേറ്റ് ചെയ്തു. സോ വി ഗെറ്റ് 1.011 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. ദാറ്റ് ഈസ് 1.011. സോ ദ ആൻസർ ഇസ് -0.375 ആണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു വാല്യൂ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ആണ്. സോ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ വരുന്നത് ഈ ഒരു കേസിലാണ്. സോ -0.45ന് വരെ വി ഗെറ്റ് -0.375. ഓക്കെ, ഇനി h of z ലോട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. കാസ്കേഡ് ആയതുകൊണ്ട് ആ ഒരു ഫോമാറ്റിന് മതി. സോ വി ഗെറ്റ് 1 - 0.5ൽ ചേഞ്ച് ഒന്നുമില്ല, 3 ബിറ്റ് കറക്റ്റ് ആയിരുന്നു. സോ 0.5 z inverse into 1 -0.45 can be replaced and we get -0.375 z inverse. Okay, so this is the new h of z. So that's about coefficient quantization error. Thank you. Have a nice day.